The sum of two numbers is 50 and the difference is 10. Find the numbers. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സും വൈയും ഒന്നും വേണ്ട, നമുക്ക് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. തന്നേക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെയും അതായത് സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഹാഫ് എടുക്കുക. സമ്മിൻ്റെ ഡിഫറൻസ് 50/2 25, 10/2 5. ഇനി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 25 + 5 30, 25 - 5 20. അപ്പോൾ 30യും 20യും ആണ് നമുക്ക് വേണ്ടുന്ന രണ്ട് നമ്പേഴ്സ്. കറക്റ്റ് അല്ലേ നോക്കാം. 30 + 20 50 കിട്ടിയല്ലോ. 30 - 20 10 ആണ്. The sum of two numbers is 50 and the difference is 16. Find the numbers. സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഹാഫ് എടുക്കുക. 50യുടെ ഹാഫ് 25, ഡിഫറൻസ് 16 ആണ്. 16ൻ്റെ ഹാഫ് 8. ഇനി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 25 + 8 33, 25 - 8 17. നമ്മുടെ നമ്പേഴ്സ് 33യും 17നും ആണ്. കറക്റ്റ് ആണെന്ന് നോക്കാം. 33 + 17 50 കിട്ടും. 33 - 17 16 കിട്ടും. സോ നമ്പേഴ്സ് 33 and 17. The sum of two numbers is 25 and the difference is 13. Find the numbers. രണ്ട് നമ്പേഴ്സിൻ്റെ സം 25 ആണ്, ഡിഫറൻസ് 13 ആണ്. നമ്പേഴ്സ് ഏതൊക്കെ? നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനും ഈവൻ നമ്പേഴ്സാണ് തന്നിരുന്നത്, ഇവിടെ ഓഡ് നമ്പേഴ്സാണ്. ബട്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്. തന്നേക്കുന്ന സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഹാഫ് എടുക്കുക. 25ൻ്റെ ഹാഫ് 12.5, 13ൻ്റെ ഹാഫ് 6.5. ഇനി 12.5 + 6.5 എത്രയാ? 0 1 19. 12.5 - 6.5 0 6. കറക്റ്റാണ് നോക്കാം. 19 + 6 എത്രയാ? 25 ആണ്. 19 - 6 13 ആണ്. The sum of two numbers is 40 and the difference is 4. What is the ratio of the two? രണ്ട് നമ്പേഴ്സിൻ്റെ സം 40 ആണ്, ഡിഫറൻസ് 4 ആണ്. നമ്പേഴ്സിൻ്റെ റേഷ്യോ എത്ര? നമ്പേഴ്സ് എത്ര എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്പേഴ്സ് ഏതാണെന്ന് നോക്കാം. ഷോർട്ട് കട്ട് എങ്ങനെയാണ്? തന്നേക്കുന്ന സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഹാഫ് എടുക്കുക. സമ്മിൻ്റെ ഡിഫറൻസ് 40/2 20, 4/2 2. ഇനി നമ്പേഴ്സ് എത്രയാണ്? 20 + 2 22, 20 - 2 18. 22ഉം 18ഉം ആണ് രണ്ട് നമ്പേഴ്സ്. നമുക്ക് വേണ്ടത് റേഷ്യോ ആണ്. 22:18. അപ്പോൾ എത്രയാ? 11:9 ആണ് റേഷ്യോ. റേഷ്യോ എന്താണെന്നറിയാലോ, കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയും. അതായത് ഇവിടെ 22 എന്ന് പറയുന്നത് 2 × 11 ആണ്. 18 എന്ന് പറയുന്നത് 2 × 9 ആണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. അത് ക്യാൻസലായി പോകുമ്പോൾ 11:9 എന്ന ആൻസർ കിട്ടും. റേഷ്യോ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The sum of two numbers is 100 and the difference is 50. Find the ratio of the two numbers. തന്നേക്കുന്ന സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഹാഫ് എടുക്കുക. 100/2 50, 50 ഡിഫറൻസ് 50യുടെ ഹാഫ് 25. നമുക്ക് വേണ്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 50 + 25 75, 50 - 25 25. അപ്പോൾ 75:25 ആണ് റേഷ്യോ. ക്യാൻസൽ ചെയ്യുമ്പോൾ 3:1 എന്ന് കിട്ടും. അതായത് 75 എന്ന് പറയുന്നത് 3 × 25 ആണ് 75. 25 × 1 25 ക്യാൻസൽ ആവും. 3:1 എന്ന് നമുക്ക് റേഷ്യോ കിട്ടും. The sum of two numbers is 14 and the difference is 10. Find their product. സമ്മിൻ്റെ ഹാഫ് 14ൻ്റെ ഹാഫ് 7, 10ൻ്റെ ഹാഫ് 5. നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? അപ്പോൾ 7 + 5 12, 7 - 5 2. നമുക്ക് വേണ്ടത് പ്രോഡക്റ്റ് ആണ്. 12 × 2 എത്രയാ? 24. The sum of two numbers is 60 and their difference is 20. Find the product of two numbers. രണ്ട് നമ്പേഴ്സിൻ്റെ സം 60 ആണ്, ഡിഫറൻസ് 20 ആണ്. നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എത്ര? പ്രോഡക്റ്റ് കാണണമെങ്കിലും ആദ്യം നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 60/2 30, 20/2 10, 30 + 10. അപ്പോൾ ഒരു നമ്പർ 40 ആണ്. സെക്കൻഡ് 30 - 10 20.
അപ്പോൾ രണ്ട് നമ്പേഴ്സ് 40യും 20യും ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് 40 × 20 എത്രയാണ്? 800 ആണ് ആൻസർ. ആക്ച്വലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ തന്നെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പേനയുടെയും പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും.